ഹലോ, ഇറങ്ങുന്നില്ലേ? വീടെത്തി. ചെരുപ്പ് വേണ്ടേ? തല്ലിപ്പൊളിയാക്കി അല്ലേ? സോറി ഹരിയേട്ടാ, പ്ലീസ്. എന്താ ഉഷ ഇത്? ഇതെന്ത് പണിയാ? ഇതൊക്കെ അയച്ചിട്ട് കിടക്ക്. പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. എഴുന്നേക്ക്. തീരെ വയ്യെങ്കില് ഞാൻ അയച്ചു തരാം. വേണ്ട. സാരമില്ലെന്നേ, ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ട. മതി മതി. കൂടുതലൊന്നും അപ്പോൾ ചോദിക്കാഞ്ഞത് ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഞാൻ സത്യമാ പറഞ്ഞത്. ഞാനന്ന് ഫ്ലാറ്റിൽ പോയിട്ടില്ല. നിങ്ങൾ ഫ്ലാറ്റിൽ പോയിരുന്നു എന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കൈവശമുണ്ട്. ആരാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ആരാണ് എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ അടുത്ത് നുണ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ ഉന്നം പിഴച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇനി അയാൾക്ക് ഉന്നം പിഴയ്ക്കണമെന്നില്ല. നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഓ താങ്ക്സ്. അടുത്തടുത്ത് 2 സ്ത്രീകളെ വെടിവെച്ചു വന്നത് നിങ്ങൾക്കറിയാമല്ലോ. അയാളുടെ അടുത്ത ഇര നിങ്ങളാണ്. നിങ്ങൾ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. വേണ്ടി വന്നാൽ നിങ്ങളെ തന്നെ ഞാൻ എനിക്ക് കാവൽ നിർത്തും. ഞാൻ IPS പാസ്സായത് വേശ്യകൾക്ക് കാവൽ നിൽക്കാനല്ല. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഇതൊന്നും എന്റേതല്ല. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മിസ്സസ് നിർമ്മല കുഞ്ഞികൃഷ്ണൻ, ഡോർ നമ്പർ 321, ഫസ്റ്റ് മെയിൻ റൂം. നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് ഈ ലെറ്ററും ഈ വാനിറ്റി ബാഗിലാണ് ഉണ്ടായിരുന്നത്. ഈ ബാഗ് ഈ വസ്ത്രങ്ങളുടെ അടിയിലാണ് കിടന്നത്. ഈ വസ്ത്രങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റിലെ സോഫയിൽ അയച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് പറയാം മാഡം, ഇതൊന്നും എന്റേതല്ലെന്ന്. കോടതി മുറിയിലെ സാക്ഷി കൂട്ടി നിർത്തി നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണോ ഇതൊക്കെ എന്റേതാണെന്ന്? മറ്റ് 2 സ്ത്രീകളുടെയും ശവശരീരങ്ങളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. ശവശരീരങ്ങൾ സംസാരിക്കാറില്ല. നിങ്ങൾ എന്ത് ജീവിച്ചിരിപ്പുണ്ട്? നിങ്ങളുടെ കൂടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ആരാണെന്ന് പറഞ്ഞേ പറ്റൂ. കുടിക്കാൻ എന്തെങ്കിലും? സാറേ, ഞാനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ആരോടും പറയരുതേ. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. താൻ തന്നെ നേരിട്ട് കോടതി വന്ന് പറഞ്ഞാൽ മതി. ശരി. അയ്യോ, ചതിക്കില്ലേ സാറേ. താങ്ക്സ്. ആ സ്ത്രീയെ ഹരാസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ? അവരെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ അഡ്രസ് കിട്ടിയത്. ഇയാളാണ് അന്ന് അവരുടെ ഫ്ലാറ്റിലുണ്ടായിരുന്നത്. ഇയാളെ ചോദ്യം ചെയ്തോ? ഇയാൾ സ്ഥലത്തില്ല. വന്നാലുടൻ എനിക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇയാളെ എനിക്കറിയാം. രാഷ്ട്രീയ വൃത്തങ്ങൾ സ്വാധീനമുള്ള ഒരു വലിയ പണച്ചാക്ക. ഒരു പക്ഷേ അയാളാണ് ഇതിന് പിറകിലുള്ളതെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ആ സ്ത്രീയെ കൂടി കോടതി കയറ്റിയാൽ മന്ത്രിസഭ വരെ താഴെ വീഴും. മന്ത്രിസഭയുടെ ആയുസാണോ കൊലക്കേസുകൾ തെളിയിക്കലാണോ നമുക്ക് ആവശ്യം സാർ? രണ്ടും. തെളിവുകൾ കിട്ടിയ എല്ലാ കേസും നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ അമർത്തേണ്ടി വരും. ഒരു കേസ് തെളിയിച്ചിട്ട് ഉന്നതന്മാരെ നമ്മൾ എന്തിനാ വെറുതെ ശത്രുക്കളാക്കുന്നത്? ഇത് പറയാനാ ഞാൻ ഹരിയെ വിളിപ്പിച്ചത്. നിർമ്മലയായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു ഞാൻ സമ്മതിക്കുന്നു. അന്ന് ഞാൻ ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു. നേരത്തെ പൂരം ചെയ്തു. അതിനുശേഷം അവിടെ നടന്നൊന്നും എനിക്കറിയില്ല.
ആരായിരിക്കും വെടിവെച്ചതെന്നാണ് നിങ്ങളുടെ ഒരു ഊഹം? ആർക്കറിയാം? ഈയിടെ കൊല്ലപ്പെട്ട 2 സ്ത്രീകളുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ എങ്ങനെയായിരുന്നു? എനിക്കൊരു അറിവ് പോലും ഇല്ല. അവരുടെ ഭർത്താക്കന്മാരെയോ? അവരെ എനിക്കറിയില്ല. ശരി, എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. ഓഫീസിലേക്ക് പോവാം. ഇന്ന് എനിക്ക് തീരെ സമയമില്ല. സമയം ഉണ്ടാക്കണം സാറേ. എണീക്കടോ. എന്താ സംഭവിച്ചത്? ഒരു സ്ത്രീ വെള്ളത്തിലാണ് സാർ. നേവൽ ഡൈവേഴ്സിനെ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഈ രാത്രിയിൽ പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സാർ. സാർ ഒരു നിമിഷം. തപ്പിയിട്ടൊന്നും കാര്യമില്ല. 24 മണിക്കൂർ കഴിയുമ്പോ എവിടെയും പോകുന്നു. ജോർജിനെ പറഞ്ഞു വിട്ടേക്ക്. ശരി സാർ. സാറ് വീട്ടിൽ പോയിക്കോളൂ, ഞാനിവിടെ ഉണ്ടല്ലോ. ഹോം മിനിസ്റ്ററെ ഇൻഫോം ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം. ശരി സാർ. ബോഡി ഒന്ന് കാണട്ടെ, എടുക്കൂ.
ആ മുടിയൊന്ന് മാറ്റൂ. ആഭ്യന്തരമന്ത്രിയായ എന്റെ പെങ്ങളുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തോന്ന് പോലീസ് ആടൂ? അവളെ കൊല്ലാനുള്ള ശ്രമം നടന്ന ഉടനെ തന്നെ താൻ എന്തുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല? പ്രൊട്ടക്ഷൻ അവർ വേണ്ടെന്ന് പറഞ്ഞു. ഓടോ പുല്ല്, അവള് വേണ്ടെന്ന് പറഞ്ഞ താൻ പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുക? പട്ടികളെ കൊല്ലുന്ന പോലെ അവിടെ മനുഷ്യ വെടിവെച്ചിരുന്നത് നാണമില്ലടോ തനിക്ക് തൊപ്പിയും കുപ്പായം കൊണ്ടു നടക്കാൻ? കേസ് അന്വേഷണത്തിന് ഒരു AC-യുടെ കീഴിൽ പ്രത്യേക സെല്ല് തന്നെയുണ്ട് സർ. എന്നിട്ടിപ്പോ എന്തുണ്ടായി? അല്ല, കുറച്ചുകൂടി എഫിഷ്യന്റ് ആയ ഒരു AC-യെ വേണ്ട, മാറ്റേണ്ടത് തന്നെയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ആഴ്ചക്ക് ഈ കേസെല്ലാം തെളിയിച്ചില്ലെങ്കിൽ തന്നെ ആയിരിക്കും ഞാൻ ഇവിടുന്ന് മാറ്റുക.